വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ടൈം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. അതിന് മുമ്പ് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കൂ. 8 ആക്ടിവിറ്റീസ് ആർ ഗിവൺ. 8 ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട്. ആൻസർ ഇനി 6 ഔട്ട് ഓഫ് ദം. ഇതിലേതെങ്കിലും 6 ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 8 ആക്ടിവിറ്റീസും ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, വിച്ച് ഈസ് ദ പ്ലേസ് വെയർ പീപ്പിൾ ഗ്യാദർ എവറി ഡേ ആൻഡ് ഈവനിങ് ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്. നമ്മൾ ലൈഫ് സ്റ്റോക്കും ഗുഡ്സും അല്ലേ, അതായത് ചരക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനും വിൽക്കാനും എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരുമിച്ച് കൂടുന്ന ആ പ്ലേസിനെ പറയുന്ന പേരെന്താണ്? ഡെയിലി മാർക്കറ്റ്, മാർക്കറ്റ്, ഈവനിങ് മാർക്കറ്റ്, വീക്കിലി മാർക്കറ്റ്. എന്താണ്? ഈവനിങ് മാർക്കറ്റ്. ഒബ്സർവ് ദ പിക്ചർ. പിക്ചർ നോക്കുക. റൈറ്റ് ഡൗൺ എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് വില്ലേജ് ഫ്രം ദ പിക്ചർ. താഴെ കാണുന്ന പിക്ചറിലെ വില്ലേജിന്റെ ഏതെങ്കിലും 2 പെക്യുലാരിറ്റീസ് എഴുതാം. എന്തൊക്കെ പ്രത്യേകതയുണ്ട്? വില്ലേജസ് ആർ ലഷ് ഗ്രീൻ ആൻഡ് ഫുൾ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി. എന്താണ്? വില്ലേജില് നല്ല ലഷ് ഗ്രീൻ ആണ് അല്ലേ, എവിടെയും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നതാണ്, അതുപോലെ നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലൈക്ക് ദ മാർക്കറ്റ് ഇൻ പീലീസ് വില്ലേജ്, വാട്ട് ആർ ദ വേസ് ഇൻ യുവർ വില്ലേജ് ടു എക്സ്ചേഞ്ച് ഗുഡ്? നിങ്ങൾ പീലിയുടെ വില്ലേജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ പീലിയുടെ വില്ലേജിലെ മാർക്കറ്റ് പോലെ എന്താണ് നിങ്ങളുടെ വില്ലേജില് ഗുഡ്സ് ഒക്കെ, നിങ്ങൾ സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 വഴികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് വെജിറ്റബിൾ ഗ്രോസറി ഷോപ്പ് അല്ലേ, പച്ചക്കറി കടകള് മാർക്കറ്റുകളൊക്കെ വഴി നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് അല്ലേ, ഇതൊക്കെ വഴിയാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ക്വസ്റ്റ്യൻ 1, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ പേഴ്സൺ ഹു ഗീവ് ലീഡർഷിപ്പ് ടു മിശ്രഭോജനം. മിശ്രഭോജനത്തിന് ലീഡർഷിപ്പ് ആരായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് പേഴ്സൺ ആയിരുന്നു മിശ്രഭോജനത്തിന് ലീഡർഷിപ്പ് നൽകിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? പട്ടം താണുപിള്ളൈ, ശ്രീ സർ സി ശങ്കരൻ നായർ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് നോക്കാം. ദർ വാസ് എ ടൈം ഇൻ കേരള വെൻ ദർ വാസ് എ ഡിസ്ക്രിമിനേഷൻ ഇൻ സെർവിംഗ് ഫുഡ്. കമ്പയർ ദ എബോവ് സ്റ്റേറ്റ്മെന്റ് വിത്ത് പ്രസന്റ് ഡേ സിറ്റുവേഷൻ ആൻഡ് റൈറ്റ് യുവർ ഒപ്പീനിയൻ. നേരത്തെ വളരെ കാലം മുമ്പ് എന്താണ് കേരളത്തിലൊരു സമയം ഉണ്ടായിരുന്നു, എന്താണ് ഫുഡ് സെർവ് ചെയ്യുന്നതിന് പോലും ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു കാലം അല്ലേ. അതായത് ചിലരുടെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക എന്നാണ്. ടുഡേ പ്രാക്ടീസസ് ഇസ് ഇന്റർ ഡൈനിങ്. ഇന്ന് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇന്റർ ഡൈനിങ്, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഈക്വലി ടു ഓൾ പീപ്പിൾ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ഓഫ് കാസ്റ്റ്, റിലീജിയൻ. കാസ്റ്റും റിലീജിയനും ഒന്നും ഇല്ലാതെ, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവരും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഫ്രം കോഫി ഷോപ്സ് ഇൻ ദ കൺട്രി സൈഡ് ടു ലാർജ് ഹോട്ടൽസ്, അവർ സൊസൈറ്റി ഈസ് ഗ്രോയിങ് ടു വേർ എവറി വൺ ഈറ്റ്സ് ആൻഡ് ഗ്യാദേഴ്സ് ടുഗദർ. ഇപ്പോൾ കോഫി ഷോപ്പുകളിലും അതുപോലെ ഹോട്ടൽസിലൊക്കെ ഇപ്പം അങ്ങനെ ഒരു ഇതാണ് അല്ലേ. നമുക്ക് അവിടെ വേണമെങ്കിലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം അല്ലേ, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ഓൾസോ ദർ ഈസ് എ ക്വാളിറ്റി ഇൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിഫറെൻറ്റ് റിലീജിയസ് ബിലീഫ്സ്, പ്ലേസ് ഓഫ് വർഷിപ്പ്, വെഡ്ഡിങ്, റിസപ്ഷൻ എക്സെട്ര. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിനൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു അല്ലേ. താഴ്ന്ന ജാതിക്കാർക്ക് വലിയ ജാതിക്കാരോട് ഇന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്താണ് റിലീജിയനോ മതമോ ഒന്നും നോക്കാതെ ഫുഡ് കഴിക്കണം അല്ലേ. പിന്നെ എല്ലാവരുടെയും റിലീജിയസ് ബിലീഫ്സ് വ്യത്യസ്തമായിരിക്കും. അതൊക്കെ മാനിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫുഡ് കഴിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. ഇപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് നമ്മൾ പാലിക്കുകയും വേണം. ആ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. The use of fire led to great changes in human life. What are the facts on which this statement is based? The use of fire led to great changes in human life. തീയുടെ കണ്ടുപിടുത്തം മനുഷ്യന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അല്ലേ. ആദിമ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ചേഞ്ച് കൊണ്ടുവന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ ഫയർ, തീയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. എന്തൊക്കെ ഫാക്ട്സ് ഇത് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്?
ദ യൂസ് ഓഫ് ഫയർ മെയ്ഡ് ഹ്യൂമൻസ് ഡെവലപ്പ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. ഫയർ കണ്ടുപിടിച്ചതോടുകൂടി ആൾക്കാരെ കുക്കിങ്ങിൻ്റെ കൾച്ചറും അല്ലേ, ഈറ്റിംഗ് ആൻഡ് കുക്കിംഗ് കൾച്ചറൊക്കെ എന്ത് ചെയ്തു, വ്യത്യാസം വന്നു. ആദ്യം എന്താണ്, ആൾക്കാർ പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫുഡ് വേവിച്ച് കഴിക്കാനൊക്കെ ആയിട്ട്, കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ഹി ഫൗണ്ട് ദാറ്റ് ദ ഫുഡ് കുക്ക്ഡ് ഇൻ ഫയർ ഈസ് ടേസ്റ്റിയർ. എന്താ മനസ്സിലാക്കിയത്, ടേസ്റ്റ് ചെയ്തപ്പോൾ കുക്ക് ചെയ്ത ഫുഡിന് എന്താണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് മനസ്സിലാക്കി. ഗ്രാജുവലി ഹി ഓൾസോ ലേൺ ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ. പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങി എങ്ങനെ ഫയർ ഉണ്ടാക്കണമെന്നും അത് കൺട്രോൾ ചെയ്യണമെന്നും അവർക്ക് മനസ്സിലായി തുടങ്ങി. ഫയർ വാസ് ഹെൽപ്ഫുൾ ടു പ്രൊട്ടക്ട് ഹിം ഫ്രം വൈൽഡ് ആനിമൽസ്. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഫയേഴ്സ് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ക്വസ്റ്റ്യൻ 1, ഐഡന്റിഫൈ ഫ്രം ദ ഫോളോയിങ് വൺ ഇറ്റ് ഈസ് നോട്ട് എ മില്ലറ്റ്. താഴെ പറഞ്ഞിരിക്കുന്നതിൽ മില്ലറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാഗി, ബജ്ര, റൈസ്, പേൾ മില്ലറ്റ്. ഇതിലല്ലാത്തത് ഏതാണ്? റൈസ് ആണ് മില്ലറ്റ് അല്ലാത്തത്. ക്വസ്റ്റ്യൻ 2, റൈറ്റ് ഡൗൺ 2 points that can be included in the report prepared in connection with the October 16, the World Food Day. ഇപ്പോൾ ദ വേൾഡ് ഫുഡ് ഡേ October 16 അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പോയിന്റ്സ്, റൈറ്റ് ഡൗൺ 2 points that can be included in the report prepared the connection with the October 16, the World Food Day. എന്തൊക്കെയാണ്? ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, one of the agencies of the United Nations, was established on October 16, 1945. Food and Agriculture Organization, one of the agencies of United Nations. United Nations ഒരു ഏജൻസിയാണ് ഇതെന്ന് പറയുന്നത് ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? October 16, 1945. ടു കോമറേറ്റ് ദിസ് October 16 is observed as the വേൾഡ് ഫുഡ് ഡേ. അതാണ് October 16 എന്തായിട്ട് ആചരിക്കുന്നത്? വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആഫ്റ്റർ എയർ ആൻഡ് വാട്ടർ, ഫുഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് ഹ്യൂമൻ നീഡ്. എയറും വാട്ടറിനും ശേഷം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു അടിസ്ഥാന ഘടകം കൂടിയാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് ഫുഡ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പോയിന്റ്സ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 3, നെയിം എനി 4 ഫുഡ് ഐറ്റംസ് ദാറ്റ് കെയിം ഹിയർ ഫ്രം അതർ കൺട്രീസ് ആൻഡ് ബിക്കെയിം പോപ്പുലർ എമംഗ് അസ്. അപ്പോൾ 4 ഏതെങ്കിലും ഫുഡ് ഐറ്റംസിനെ മറ്റു കൺട്രികളിൽ നിന്നും വന്ന് ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ഫുഡ് ഐറ്റംസിനെ കുറിച്ച് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർമെലൺ, ടാമറിൻഡ് ആഫ്രിക്കയിൽ നിന്നാണ്, കോഫി എത്യോപ്യയിൽ നിന്നാണ്, ടീ ചൈനയിൽ നിന്നാണ്, റൈസ് ചൈനയിൽ നിന്നാണ്. ഓക്കെ, ആക്ടിവിറ്റി 4, അൽഫഹം കുഴിമന്തി എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. നിങ്ങൾ ഫുഡ് ഐറ്റംസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് മറ്റുള്ള കൺട്രീസിൽ നിന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 4, ക്വസ്റ്റ്യൻ നമ്പർ 1, find out the year associated with the struggle for wearing the upper cloth. Struggle for wearing the upper cloth, അതായത് എന്താണ്? മാറുമറക്കൽ സമരം എന്നാണ് നടന്നത്? അതിൻ്റെ വർഷം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1859 ആണ്. 1859, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചർക്ക ആൻഡ് ഖാദി ആർ അവർ വെപ്പൺ ഓഫ് അജിറ്റേഷൻ. എന്താണ്? ചർക്കയും ഖാദിയാണ് നമ്മുടെ എന്തെന്ന് വെപ്പൺ എന്നും പറയുന്നത്, സമര ആയുധം എന്ന് പറയുന്നത്. പ്രിപ്പയർ എ പോസ്റ്റർ ലൈക്ക് ദിസ് ഷോയിങ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീരിയഡ് വെൻ ക്ലോത്തിങ് ബിക്കെയിം എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്, ഈ പീരീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോത്തിങ് ബിക്കെയിം എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ, സ്ട്രഗിളിൻ്റെ വെപ്പണായിട്ട് ക്ലോത്തിങ് മാറിയ പീരീഡിനെ കുറിച്ച് എന്താണ് ഏതെങ്കിലും 2 ഒരു പോസ്റ്റർ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്പിൻ ചർക്ക, വിയർ ഖാദി, മൂവ് വിത്ത് സ്വദേശി. നമ്മുടെ ചർക്ക കറക്കൂ, എന്താണ് ഖാദി ധരിക്കൂ, അതുപോലെ നമ്മൾ സ്വദേശി, മൂവ് വിത്ത് സ്വദേശി, നമ്മൾ സ്വദേശത്തിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാൻ അല്ലേ, അതാണ് പറഞ്ഞത്. വി നീഡ് അവർ ഓൺ പ്രോഡക്ട്സ്. എന്താണ്? നമ്മൾ നമ്മളുടെ പ്രോഡക്ട്സ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. നോ മോർ ഫോറിൻ ഗുഡ്സ്, അല്ലെങ്കിൽ എന്താണ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് അല്ലേ, ഫോറിൻ ഗുഡ്സ് അല്ലെങ്കിൽ ഫോറിൻ ക്ലോത്ത്സ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതാം.
അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് മതി, ഫോറിൻ ഗുഡ്സ് ഒന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 2 പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 5, ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ കുറച്ച് റോങ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The decorative work done on clothes using dyed yarn is known as designing. Indigo is used to dye clothes. Climate is a factor that influences clothing. ഇതിലേതാണ്? ഒന്നാമത്തെയാണ് റോങ് ആയിട്ടുള്ളത്. ഇൻഡിഗോ എന്ന് പറയുന്നത് ക്ലോത്ത്സിനെ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ, ക്ലോത്തിൽ നിറം നൽകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്ലൈമറ്റ് എന്താണ് നമ്മുടെ ക്ലോത്തിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. തണുപ്പ് കാലത്ത് ധരിക്കുന്നത് ചൂടുകാലത്തൊന്നും ധരിക്കാൻ പറ്റില്ല, ചൂടുകാലത്ത് ധരിക്കുന്നത് തണുപ്പ് കാലത്ത്. അപ്പോൾ ക്ലൈമറ്റ് ഈസ് എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലോത്തിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്? ഒന്നാമത്തെയാണ് ദ ഡെക്കറേറ്റീവ് വർക്ക് ഡൺ ഓൺ ക്ലോത്ത്സ് യൂസിങ് ഡൈഡ് യാൺ ഇസ് നോൺ ആസ് ഡിസൈനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇന്നത്തെ കാലത്ത് ഏത് ടൈപ്പ് ക്ലോത്ത്സ് ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്? ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? എങ്ങനെയാണ് ക്ലോത്തിങ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? ടുഡേ മാൻ മേക്ക് ക്ലോത്ത്സ് ഇൻ ഡിഫറെൻറ്റ് നെയിം യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഇൻ ഡിഫറെൻറ്റ് വേ. ഇന്ന് ആൾക്കാർ പലതരത്തിലുള്ള ക്ലോത്ത്സ് ഉപയോഗിക്കാറുണ്ട്. നാച്ചുറൽ അല്ലെ, വൂള്, കോട്ടൺ പോലെയുള്ള ഡിഫറെൻറ്റ് നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെൻ ആൻഡ് വുമൺ വിയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ്. ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലേ, സ്ത്രീയും പുരുഷനും ഒക്കെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ബോത്ത് ഫോർ യൂസിങ് അറ്റ് ഹോം ആൻഡ് ഫോർ ഗോയിങ് ഔട്ട്. നമുക്ക് വീടിനകത്ത് ധരിക്കാനും പുറത്ത് പോകുമ്പോൾ ധരിക്കാനും വ്യത്യസ്ത തരം വസ്ത്രങ്ങളുണ്ട്. പാൻസ്, ഷർട്ട്, ടീഷർട്ട്, സാരി, ചുരിദാർ, ലുങ്കി, ടവൽ, സ്കേർട്ട്, ബ്ലൗസ്, സഫാരി സ്യൂട്ട്, ധോത്തി ആൻഡ് ഷോർട്സ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സുകളാണ്. വി യൂസ് ക്ലോത്തിങ് ടു പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ഹീറ്റിൽ നിന്ന് കോൾഡിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിനെ ഉപയോഗിക്കുന്നു. ടു മെയിൻറ്റെയിൻ ബോഡി ഹീറ്റ് ആൻഡ് ടു പ്രൊട്ടക്റ്റ് അസ് ഫ്രം സ്മോൾ ഓർഗാനിസം ഇൻക്ലൂഡിങ് ഇൻസെക്റ്റ്. അതുപോലെ ഇൻസെക്റ്റ് ഒന്നും കിടക്കാതിരിക്കാനും സ്മോൾ ഓർഗാനിസംസ് ഒന്നും കിടക്കാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഡ്രസ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻ മോഡേൺ ടൈംസ് ക്ലോത്തിങ് ഓൾസോ സിഗ്നിഫിക്കൻസ് വൺസ് പ്രസ്റ്റേജ് ആൻഡ് സ്റ്റാറ്റ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ്, ഇന്ന് ആൾക്കാർ പ്രസ്റ്റേജും സ്റ്റാറ്റസും ഒക്കെ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ക്ലോത്ത്സിന്റെ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. Therefore we take special care to use clothes are the best, fresh and according to modern fashion. Dress is also decided to according to the profession. അതുപോലെ ഡ്രസ്സ് എന്ത് ഡിസൈഡ് ചെയ്യുക, പ്രൊഫഷൻ അനുസരിച്ചും ഡിസൈഡ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ പല ജോലികളിലും പല തരത്തിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കാറ്. ആക്ടിവിറ്റി 6, ഐഡന്റിഫൈ ദ നോൺ അഗ്രികൾച്ചറൽ ഓക്യുപ്പേഷൻ എമംഗ് ദ ഫോളോയിങ്. താഴെ കാണിച്ചിരിക്കുന്നതിൽ നോൺ അഗ്രികൾച്ചറൽ ഓക്യുപ്പേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലോറിക്കൾച്ചർ, ക്വിൽറിയറിംഗ്, ടീച്ചിങ്, ബീ കീപ്പിംഗ്. ഇതിൽ നോൺ അഗ്രികൾച്ചർ, ബാക്കിയുള്ള കൃഷി രീതികളാണ്, കൃഷിയിൽ ഓക്യുപ്പേഷനാണ്, അഗ്രികൾച്ചർ ഓക്യുപ്പേഷനാണ്. പക്ഷെ ടീച്ചിങ് എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറൽ ഓക്യുപ്പേഷനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻകം ഈസ് എസെൻഷ്യൽ ടു സസ്റ്റെയിൻ ഹ്യൂമൻ ലൈഫ്. വരുമാനം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ അല്ലേ, നമുക്ക് നിർബന്ധമായിട്ടും ഇൻകം വേണം. ഡിഫൈൻ പേഴ്സണൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് പേഴ്സണൽ ഇൻകം എന്നും എന്താണ് ഫാമിലി ഇൻകം എന്നും എന്താണ് ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. ഡിഫൈൻ പേഴ്സണൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം ഇൻ ദ ലൈറ്റ് ഓഫ് എബോവ് സ്റ്റേറ്റ്മെന്റ്. മോളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ എന്താണ് പേഴ്സണൽ ഇൻകം, എന്താണ് ഫാമിലി ഇൻകം എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പേഴ്സണൽ ഇൻകം ഇസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം എ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ എന്താണ് പല സോഴ്സിൽ നിന്നും ഒരാൾ സ്വയം എന്താണ് ഉണ്ടാക്കുന്ന ഇൻകമാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഫാമിലി ഇൻകം ഇസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഡ്യൂറിങ് ദ സർട്ടൻ പീരീഡ്. ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർട്ടൻ പീരീഡിനുള്ളിൽ ഫാമിലിയിലുള്ള മുഴുവൻ പേരും കൂടി ഉണ്ടാക്കുന്ന എന്താണ് ഇൻകമാണ് ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, ഇൻ വിച്ച് ഇയർ ഡിഡ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കെയിം ടു എഫക്റ്റ് ഇൻ ഇന്ത്യ. എന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നതെന്നാണ് ചോദിച്ചത്. എന്നാണ് 2013 കെയിം ടു എഫക്റ്റ് ഇൻ ഇന്ത്യ എന്നാണ് 2013. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 2, യൂസ് ഓഫ് ഫയർ തന്നിട്ടുണ്ട്. യൂസ് ഓഫ് ഫയറിനെ കുറിച്ച്, ലേൺ ടു യൂസ് ഫയർ ഇൻ എ കൺട്രോൾഡ് മാനർ, ബിഗൺ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, ദേ എയ്റ്റ് ദ ബേൺഡ് മീറ്റ് ഓഫ് ഡെഡ് ആനിമൽസ് ഇൻ വൈൽഡ് ലൈഫ്, ബിഗൺ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ് മീറ്റ് എക്സെട്ര, ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ഫുഡ്. എങ്ങനെയാണ് ഫയർ അവർ യൂസ് ചെയ്തത്? അതിൽ നമുക്ക് മുകളിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫയറിന്റെ ഉപയോഗം അവരെങ്ങനെയാണ്
നമ്മുടെ ലൈഫിനെ ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട് അല്ലേ, എങ്ങനെയാണെന്ന്. അപ്പോൾ എന്താണ് അവർ ഫയർ യൂസ് ചെയ്യാനും കൺട്രോളാക്കാനും അവർ പഠിച്ചു. പിന്നെ എന്താണ് റോസ്റ്റ് ചെയ്ത ഫുഡുകൾ അല്ലേ, ട്യൂബേഴ്സിനെയും റൂട്ട്സ് ഒക്കെ അവരെന്താണ് റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ദേ ഈറ്റ് ബേൺഡ് മീറ്റ് അല്ലേ, ഓഫ് ഡെഡ് അനിമൽസിൻ്റെ ബേൺഡ് മീറ്റ് വേവിച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ് അല്ലേ, റോസ്റ്റ് ചെയ്ത് ഇതൊക്കെ മീറ്റും ഫിഷൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒബ്സർവ് ആൻഡ് അറേഞ്ച് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ നൊമാഡിക് മാൻസ് യൂസേജ് ഓഫ് ഫയർ. അതായത് അത്രയും കാലം മനുഷ്യർ എന്താണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ലൈഫാണ്, നൊമാഡിക് ഇതാണ്. അപ്പോൾ അവരെ എങ്ങനെയാണ് ഇത് ഒരു റിലേറ്റ് ചെയ്തിട്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഓർഡറിൽ എഴുതുക. അത് ദേ എയ്റ്റ് ദ ബേൺഡ് മീറ്റ് ഓഫ് ഡെഡ് അനിമൽസ് ഇൻ വൈൽഡ് ഫയർ. പിന്നെ എന്താണ് ദേ എയ്റ്റ് ബേൺഡ് മീറ്റ് ഓഫ് ഡെഡ് അനിമൽസ് ഇൻ വൈൽഡ് ഫയർ. അവർ ആദ്യം കഴിച്ചു തുടങ്ങിയത് എങ്ങനെയാണ്, വൈൽഡ് ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ, കാട്ടുതീ ഉണ്ടായി കഴിയുമ്പോൾ ആനിമൽസ് ഒക്കെ ചാവുന്ന സമയത്ത് അവരതിനെ കഴിച്ചിട്ട് ബേൺഡ് മീറ്റ് അവർ കഴിച്ചു. അതാണ് ആദ്യം അവർക്കിടെ ഒരു ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത് അല്ലേ. പിന്നെ എങ്ങനെയാണ് ലേൺ ടു യൂസ് ഫയർ ഇൻ കൺട്രോൾഡ് മാനർ. അപ്പോൾ ഈ വൈൽഡ് ഫയർ ഉണ്ടാവാതെ അത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് അവർ പഠിച്ചു, അങ്ങനെ പഠിച്ചു. ദെൻ ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ് മീറ്റ് എക്സെട്ര. പിന്നെ അവർ മീറ്റിനെയും ഫിഷിനെയും ഒക്കെ റോസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. പിന്നെ അവർ ട്യൂബേഴ്സും റൂട്ട്സൊക്കെ എന്തായാലും റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് കുക്ക് ഫുഡ്. പിന്നെ അവരെന്ത് ചെയ്തു, ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തീയുടെ കണ്ടുപിടുത്തത്തിൻ്റെ ആദ്യ സ്റ്റേജ് എങ്ങനെയാണ് ആദ്യം തൊട്ടെന്നുള്ളത് തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആദ്യം അവർ എന്താണ് വൈൽഡ് ഫയറിൽ ചാവുന്ന ആനിമൽസിൻ്റെ അല്ലെങ്കിൽ മരിച്ചു പോകുന്ന ഡെഡ് ആനിമൽസിൻ്റെ മീറ്റൊക്കെ കഴിച്ചിട്ടാണ് അവർക്ക് അതിന് ടേസ്റ്റ് തോന്നിയത്. പിന്നെ അവരത് കൺട്രോളിൽ കൊണ്ടുവന്നു. പിന്നെ എന്താണ് ഫയർ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഫിഷും മീറ്റൊക്കെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ട്യൂബേഴ്സും പ്ലാന്റ്സിനെയൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആക്ടിവിറ്റി 8, മാർക്കറ്റ്സ് ദാറ്റ് മീറ്റ് വൺസ് ഓർ ടൈസ് എ വീക്ക് ആർ നോൺ ആസ്. എന്താണ് മാർക്കറ്റ്സ് ദാറ്റ് മീറ്റ് വൺസ് ഓർ ടോയ്സ് എ വീക്ക് ആർ നോൺ ആസ്. എന്താണ് വീക്കിലി മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ആഴ്ചയിലൊരിക്കൽ അല്ലേ, ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ ടോയ്സ് രണ്ടിലൊക്കെയോ വരുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വീക്കിലി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആഴ്ചയിലൊരിക്കൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് വീക്കിലി മാർക്കറ്റ് എന്ന് പറയുന്നത്. Question 2, identify and write any 2 difference between the market in പീലി വില്ലേജ് and the market in our place. പീലിയുടെ മാർക്കറ്റും നമ്മുടെ വില്ലേജും തമ്മിലുള്ള, പീലീസ് വില്ലേജിലെ മാർക്കറ്റും നമ്മുടെ മാർക്കറ്റും തമ്മിലുള്ള എന്തെങ്കിലും 2 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞത്. ദ ഗുഡ്സ് സോൾഡ് ഇൻ ദ മാർക്കറ്റ് ഓഫ് പീലി വില്ലേജ് ആർ ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വില്ലേജസ് ദെംസെൽഫ്. അവിടെ എങ്ങനെയാണ് വില്ലേജസ് സ്വയം ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയി വിൽക്കുന്നത്. ഹവർ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് സീൻ ഇൻ ദ മാർക്കറ്റ് ഓഫ് അവർ പ്ലേസ് കം ഫ്രം അതർ സ്റ്റേറ്റ്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് അധികവും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളായിരിക്കും, ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ഓൾസോ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ആർ നോട്ട് സീൻ ഇൻ ദ മാർക്കറ്റ് ഓഫ് വില്ലേജ്. പക്ഷെ പീലിയുടെ വില്ലേജിൽ എന്ത് കാണാൻ കഴിയാറില്ല, പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഒന്നും കണ്ടില്ല. ഇൻ കോൺട്രാസ്റ്റ് ഇൻ അവർ ലോക്കൽ മാർക്കറ്റ് വി ക്യാൻ സീ മെനി പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ബ്രോട്ട് ഫ്രം അതർ സ്റ്റേറ്റ്. നമ്മൾ എന്താണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് കാണാൻ സാധിക്കും അല്ലേ. ഫ്രം അതർ സ്റ്റേറ്റ്, മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് അവിടെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. പക്ഷേ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് എവിടെ ഇല്ല, പീലിയുടെ വില്ലേജിൽ ഇല്ല. Question number 3, suggest 4 subjects that could be included in the seminar paper on entertainment in my locality. എൻവയോൺമെൻറ്റ്, ഡയറ്ററി, ഗെയിംസ്, സെലിബ്രേഷൻ. നമ്മുടെ എന്താണ് മൈ ലൊക്കാലിറ്റി എന്ന സെമിനാർ എന്നതിൻ്റെ പേരിൽ ഒരു സെമിനാർ നടത്തുകയാണ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന 4 സബ്ജക്റ്റുകൾ, 4 വിഷയങ്ങളുടെ സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ ഉൾപ്പെടുത്താം, എൻവയോൺമെൻറ്റിനെ ഉൾപ്പെടുത്താം, ഡയറ്ററി ഉൾപ്പെടുത്താം, ഗെയിംസ് ഉൾപ്പെടുത്താം, സെലിബ്രേഷൻസ് ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യുക.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.